ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജ് നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം വളരെ വലിയ മാറ്റമാണ് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമുക്കറിയാം, ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഒരുപാട് ക്രൈറ്റീരിയകളാണ് അല്ലേ? യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം എന്ന് കേൾക്കുന്ന പോലെ ഫേസ്ബുക്കിൽ നമുക്കറിയാം ഫോളോവേഴ്സ് വേണം, അതുപോലെ ഇത്ര 60,000 മിനിറ്റ്സ് വാച്ച്. അങ്ങനെ ഓരോ ടൂളിനും വ്യത്യസ്ത ക്രൈറ്റീരിയ യൂട്യൂബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂട്യൂബ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് റവന്യൂ നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഏതെല്ലാം രീതിയിലൂടെ റവന്യൂ നേടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഓരോ ടൂളുകളുണ്ട്. സ്റ്റാർസ്, നമുക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർസ്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ, യൂട്യൂബിലെ മെമ്പർഷിപ്പിനെ പോലെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓരോരോ ടൂള് നമുക്ക് ഇങ്ങനെ യൂട്യൂബ് എനേബിൾ ചെയ്ത് തരും. അതിലൂടെയൊക്കെ നമുക്ക് വരുമാനം നേടിയെടുക്കാം. പരസ്യത്തിലൂടെ വരുമാനം നേടിയെടുക്കാം, ലോങ് വീഡിയോയിൽ, റീൽസിൽ പരസ്യം കാണിച്ചിട്ട് നേടിയെടുക്കാം. മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയും. മാസം മാസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് നമുക്കൊരു എമൗണ്ട് തരുന്ന രീതി, അതുപോലെ ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നത്, അങ്ങനെ വ്യത്യസ്ത ടൂളുകളിലൂടെ നമുക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുവരെ നമുക്ക് ഫേസ്ബുക്ക് ഇതെങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്? ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ക്രൈറ്റീരിയ, ഇപ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർസ് എലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർ കിട്ടും. പിന്നെ 5000 ഫോളോവേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇൻസ്ട്രീം ആഡ്സ്, അതുപോലെ 10,000 ഫോളോവേഴ്സ്, അങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത ടൂളുകളിൽ ഓരോന്നിനും ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മളിങ്ങനെ നേടിയെടുക്കണമായിരുന്നു. അപ്പോൾ ഓരോ ടൂള് നമുക്ക് ലഭിക്കും. നമ്മുടെ മോണിറ്റൈസേഷൻ അങ്ങനെ നമുക്ക് എല്ലാ ടൂളുകളും ലഭിച്ച് വരുമാനം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിലൊക്കെ വലിയൊരു മാറ്റമാണ് ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ എന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യം നമുക്ക് സ്റ്റാർസ് എന്ന് കാണാം, അത് കഴിഞ്ഞ് ആഡ്സ് ഓൺ റീല്, ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൂളുകളാണ് ഇതൊക്കെ. നമുക്ക് എനേബിൾ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ നമുക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആഡ്സ് ഓൺ റീൽസ് എടുക്കാം. ആഡ്സ് ഓൺ റീൽസ് നമുക്ക് എനേബിൾ ആയി കിട്ടണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മുടെ റീൽസിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ റീൽസ് ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ പരസ്യം വരാറുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ വരുമാനം നേടിയെടുക്കുന്ന, നമുക്ക് വരുമാനം കിട്ടുന്നൊരു ഓപ്ഷനാണെന്ന് പറയാം. പക്ഷേ ഈ ഒരു സെക്ഷന് ഇപ്പോൾ ഫേസ്ബുക്കിലില്ല. അതായത് ആഡ്സ് ഓൺ റീൽസ് എന്നുള്ള ടൂള് ഫേസ്ബുക്കിൽ ഈ ഭാഗത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആഡ്സ് ഓൺ റീൽസ് ഉണ്ട്, റീൽസിനിടയിൽ അഡ്വർടൈസ്മെൻറ്റ് വരും, പക്ഷേ ഈ ടൂൾ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാം. പകരം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ക്രൈറ്റീരിയയും മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ടൂളാണ് ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ളത്. ലോങ് വീഡിയോ, ഫേസ്ബുക്കിലെ ലോങ് വീഡിയോയിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്, യൂട്യൂബിൽ വാച്ച് പേജ് ആഡ്സ്, നമ്മുടെ ലോങ് വീഡിയോയിൽ പരസ്യം വരുന്ന പോലെ നമ്മുടെ ഫേസ്ബുക്കിൽ ലോങ് വീഡിയോയിൽ പരസ്യം കാണിച്ചിട്ട് കിട്ടുന്ന വരുമാനം നേടുന്നൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനും ഇപ്പോൾ ഫേസ്ബുക്കിലില്ല. സാധാരണ നമുക്ക് ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ള ഈ ഒരു ടൂള് നമ്മുടെ ലോങ് വീഡിയോയിൽ അഡ്വർടൈസ്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. 5000 ഫോളോവേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം ഫേസ്ബുക്കിൽ, അതുപോലെ നമ്മുടെ വീഡിയോക്ക് 60,000 മിനിറ്റ്സ് വ്യൂസ് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ്റെ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രീം ആഡ്സ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. മാത്രമല്ല ഒരു ക്രൈറ്റീരിയയും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ള ഓപ്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട്, പക്ഷേ ആ പരസ്യം കാണിക്കുന്നത് ഒഴിവാക്കിയിട്ടില്ല. അതിലൂടെ റവന്യൂ നേടാനും കഴിയും. പക്ഷേ ഈ ഒരു ക്രൈറ്റീരിയ ഈ ടൂൾ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ടൂളുകളൊക്കെ ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നമുക്ക് ആദ്യം സ്റ്റാർസ് എന്ന് കാണാം, അത് കഴിഞ്ഞ് ബോണസ് എന്ന് കാണാം, അത് കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാം. അത് കഴിഞ്ഞാലാണ് നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്.
കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആഡ്സ് ഓൺ റീൽ കാണാനില്ല, അതുപോലെ ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൂളുകളും അവിടെ കാണാനില്ല. നമുക്ക് വരുമാനം വന്നിരുന്ന പ്രധാനപ്പെട്ട 2 മോണിറ്റൈസേഷൻ ടൂളുകളാണ്. ആ 2 ഓപ്ഷൻ അവിടെ കാണാൻ കഴിയുന്നില്ല. പകരം അവിടെ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ടൂള് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയൊരു ഫേസ്ബുക്കിൽ വന്ന അപ്ഡേറ്റ് എന്ന് പറയാം. ആ 2 ടൂളും യൂട്യൂബ് കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ബോണസ് എന്നുള്ള മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനും കണ്ടൻറ് മോണിറ്റൈസേഷനിലേക്ക് ഫേസ്ബുക്ക് കൊണ്ടുവരികയാണ്. ഞാനിത് പറയുമ്പോൾ യൂട്യൂബിൽ നിന്ന് മാറിപ്പോവുകയാണ്. സ്ഥിരമായിട്ട് യൂട്യൂബിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഫേസ്ബുക്ക് കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ഈ ഒരു ടൂളിലേക്കാണ് ബാക്കി 3 ഇൻസ്ട്രീം ആഡ്സും ആഡ്സ് ഓൺ റീലും ബോണസും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ ഈ ടൂളുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതല്ല, സെപ്പറേറ്റ് ആയിട്ട് ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുന്നതല്ല. കണ്ടൻറ് മോണിറ്റൈസേഷൻ നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ആഡ്സ് ഓൺ റീൽ കിട്ടും, ബോണസ് കിട്ടും, ഇൻസ്ട്രീം ആഡ്സ് കിട്ടും. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളതെന്ന് പറയാം. കാരണം നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ നമുക്ക് എലിജിബിൾ ആവണമായിരുന്നു. ഇനി മുതൽ കണ്ടൻറ് മോണിറ്റൈസേഷൻ അങ്ങ് എലിജിബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്ട്രീം ആഡ്സും ആഡ്സ് ഓൺ റീലും ബോണസൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ഫേസ്ബുക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ മോണിറ്റൈസേഷൻ ടൂൾ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് സ്റ്റാർസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടൻറ് നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. യൂട്യൂബിൽ സൂപ്പർ താങ്ക്സ് പോലെയുള്ള ഒരു ഓപ്ഷനാണെന്ന് പറയാം. ഈ ഒരു ഫേസ്ബുക്ക് സ്റ്റാർ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പോസ്റ്റിലൊക്കെ സെൻഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കണ്ടിട്ടില്ലേ? അതാണ് ഈ ഒരു സ്റ്റാർസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് യൂട്യൂബ് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നതിലെ സൂപ്പർ താങ്ക്സ് എന്നുള്ള ഓപ്ഷനാണ്. യൂട്യൂബിലെ സൂപ്പർ താങ്ക്സ് നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിലേക്ക് നമുക്കൊരു ഗിഫ്റ്റായിട്ട് ക്യാഷ് അയച്ചു കൊടുക്കുന്ന അതേപോലത്തെ ഫേസ്ബുക്കിലെ ഓപ്ഷനാണെന്ന് പറയാം സ്റ്റാർസ് എന്നുള്ളത്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയ കാണാം. ആദ്യത്തെ ക്രൈറ്റീരിയ തന്നെ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിക്ക് ഓക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അതിന് താഴെ നമുക്ക് കാണാം എലിജിബിൾ കൺട്രി ആയിരിക്കണം, അതുപോലെ 500 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർസ് അതേപോലെ ഈ സെൻഡ് ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റവന്യൂ നേടിയെടുക്കാൻ കഴിയും. 500 ഫോളോവർ വേണം. അത് ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് വെച്ചിട്ടുണ്ട്. യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ ഷോർട്സ് വ്യൂസ് അതല്ലെങ്കിൽ 3000 വാച്ച് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആ സെയിം ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം. അത് മനസ്സിലായി. ഈ ഒരു ഫേസ്ബുക്ക് സ്റ്റാർസ് എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ താങ്ക്സ് പോലെ തന്നെ പൊതുവേ നമുക്ക് വലിയൊരു റവന്യൂ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കിട്ടാറില്ല എന്നുള്ളത് പറയാം. പക്ഷേ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെറിയ എമൗണ്ടൊക്കെ കിട്ടുന്നവരുണ്ട്. പിന്നെ ചില പ്രത്യേക തരം വീഡിയോസ് ചെയ്യുന്നവർക്കും റവന്യൂ കിട്ടുന്നുണ്ടായിരിക്കും. പൊതുവേ ഫേസ്ബുക്കിൽ സ്റ്റാർസ് ഉപയോഗിച്ചിട്ട് റവന്യൂ വളരെ കുറവാണെന്ന് പറയാം. അതിന് തൊട്ട് താഴെ നമുക്ക് കാണാം ബോണസ് എന്നുള്ളത്. ബോണസ് എന്നുള്ള ഒരു ടൂള് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വലിയൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇതും കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള പുതിയ ടൂളിലേക്ക് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇതിലേക്ക് യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബോണസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെർഫോമൻസിന് നമ്മളൊരു ഫോട്ടോ ഇട്ടു, അതിൽ എത്ര ലൈക്ക് വരുന്നു, എത്ര കമൻറ്റ് വരുന്നു, എത്ര ഷെയർ വരുന്നു, അതിനൊക്കെ യൂട്യൂബ് നമുക്ക് ഫേസ്ബുക്ക് നമുക്ക് ക്യാഷ് തരികയാണ്. യൂട്യൂബിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല. ബോണസ് എന്നുള്ളത് ഫേസ്ബുക്കിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റവന്യൂ നേടാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണെന്ന് പറയാം. നമ്മളിടുന്ന വീഡിയോസിന് പുറമെ നമ്മളിടുന്ന ബാക്കി പോസ്റ്റിന് യൂട്യൂബ് നമുക്ക് ബോണസ് തരികയാണ് നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ടാണ് അവർ ആ ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. നല്ല രീതിയിൽ റവന്യൂ നേടുന്നവരുണ്ടെന്ന് പറയാം. അപ്പോൾ ഇനി മുതൽ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇതിനൊരു ക്രൈറ്റീരിയ ഫേസ്ബുക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മോണിറ്റൈസേഷൻ ടൂളും ഫേസ്ബുക്ക് എന്ത് ചെയ്തു? കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ടൂളിലേക്ക് ഇങ്ങ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഫേസ്ബുക്ക് ക്രിയേറ്റർക്കുള്ള യൂസ്? അതായത് ഇതിനൊക്കെ സെപ്പറേറ്റ് ക്രൈറ്റീരിയ നമ്മൾ ഇങ്ങനെ ഫുൾഫിൽ ചെയ്യണമായിരുന്നെങ്കിൽ, കംപ്ലീറ്റ് ആക്കണമായിരുന്നെങ്കിൽ ഇനി മുതൽ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ടൂള് നമ്മളങ്ങ് എനേബിൾ ആക്കി ലഭിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ ബോണസ് ലഭിക്കും, ഇൻസ്ട്രീം ആഡ്സ് ലഭിക്കും, അതുപോലെ നമുക്ക് ആഡ്സ് ഓൺ റീൽ, ഈ ടൂളുകളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ക്രൈറ്റീരിയ ഇനി മുതൽ ഫേസ്ബുക്കിലില്ല.
കണ്ടൻറ് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് എനേബിൾ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേസ്ബുക്കിലൂടെ ലഭിക്കുന്ന മെയിൻ റവന്യൂ ലഭിക്കുന്ന ഈ 3 ടൂളും ഒരുമിച്ച് ലഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയാം. മാത്രമല്ല ഇതിൻ്റെ ക്രൈറ്റീരിയയാണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇതിന് മുന്നേ നമുക്ക് 5000 ഫോളോവേഴ്സ് അതുപോലെ 60,000 മിനിറ്റ്സ് എന്നൊക്കെ ഫേസ്ബുക്കിൽ വെച്ച് നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നമുക്ക് കാണാം ഇൻവൈറ്റ് ഓൺലി എന്നുള്ളത്. അതായത് ക്രൈറ്റീരിയ അവിടെ കാണുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് വേണമെന്ന് പറയുന്നില്ല, ഇത്ര മിനിറ്റ്സ് വ്യൂസ് വേണമെന്നും പറയുന്നില്ല. എല്ലാം ഒരു കുടക്കീഴിൽ ഇതങ്ങ് എനേബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടൂളും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതിനോട് കൂടെ മറ്റൊരു ടൂൾ നമുക്ക് അവിടെ കാണാം, സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. അത് യൂട്യൂബിലെ മെമ്പർഷിപ്പ് നമുക്കറിയാമല്ലോ, ജോയിൻ ബട്ടൺ. നമ്മളൊരു ക്രിയേറ്ററാണ്, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മാസം ഒരു പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയാം, മെമ്പർഷിപ്പ് എടുക്കാൻ പറയാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ഓപ്ഷനാണ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. മാസം എത്രയാണ് നമ്മളൊരു എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നമ്മളെ ഫോളോവേഴ്സിന് എടുക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാം, സർവീസ് കൊടുക്കാം എന്നുള്ളതാണ്. അത് യൂട്യൂബിലെ പോലെ തന്നെ ഇപ്പോഴും അതിൽ ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയും ടൂളുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊരു മെയിൻ റവന്യൂ സോഴ്സ് എന്നുള്ളത് കണ്ടൻറ് മോണിറ്റൈസേഷനിലെ ബോണസ്, ആഡ്സ് ഓൺ റീൽ, ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ളതാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം അങ്ങ് നമുക്ക് എലിജിബിൾ ആണെങ്കിൽ, എനേബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടൂളും നമുക്ക് ഒരുമിച്ച് ഓണാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമുക്കുണ്ടാകുന്ന സംശയം, ഈ ഒരു കണ്ടൻറ് മോണിറ്റൈസേഷന് നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളതാണ്. ഇത് ആർക്കൊക്കെ എലിജിബിൾ ആയി കിട്ടും? അപ്പോൾ അവിടെ നമ്മൾ ക്രൈറ്റീരിയ നോക്കുമ്പോൾ ഫേസ്ബുക്ക് അവിടെ പറയുന്നില്ല ഇത്ര ഫോളോവേഴ്സ് വേണമെന്നോ, ഇത്ര വാച്ച് ടൈം, ഇത്ര മിനിറ്റ്സ് വ്യൂസ് വേണമെന്നോ ഫേസ്ബുക്ക് അവിടെ പറയുന്നില്ല. അവിടെ നമുക്ക് ഇൻവൈറ്റ് ഓൺലി എന്ന് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് പറയുന്നത് മില്യൺസിലധികം പേർക്ക് കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ടൂള് ഫേസ്ബുക്ക് നൽകിക്കഴിഞ്ഞ് ഇനിയും ഒരുപാട് പേർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫേസ്ബുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം ആഡ്സ് ഓൺ റീൽ, ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള രീതിയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇതുപോലെ ഈ രീതിയിൽ കാണിക്കുമ്പോഴും നമുക്ക് ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവിറ്റേഷൻസ് ഓൺലി എന്നുള്ള ഭാഗം കാണാം. അപ്പോൾ നമുക്ക് ഇത് ഈ രീതിയിൽ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം, ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗത്ത് എടുക്കുമ്പോൾ ഓരോ ടൂളിൻ്റെ അവിടെയും ഇൻവിറ്റേഷൻസ് ഓൺലി എന്ന് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ ടൂളിലും വ്യത്യസ്ത രീതിയിലുള്ള ടൂളുകൾ ക്രൈറ്റീരിയ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇൻസ്ട്രീം ആഡ്സ് എന്നുള്ളൊരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്ട്രീം ആഡ്സിനെ കുറിച്ചിട്ടുള്ള കുറേ വിവരങ്ങൾ. അതിന് തൊട്ടു താഴെ അവൈലബിലിറ്റി എന്നുള്ള ഭാഗത്ത് ദിസ് ടൂൾ ഈസ് നോട്ട് അവൈലബിൾ ടു യു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷെ അതിൻ്റെ തൊട്ടു താഴെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു പുതിയൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് നമുക്ക് ഫേസ്ബുക്കിനെ അറിയിക്കാൻ കഴിയും. അപ്പോൾ അതിന് ജസ്റ്റ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ടൂൾ അവൈലബിൾ അല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് ഒരു ഇൻട്രസ്റ്റ് സബ്മിറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഒരു ഓപ്ഷണൽ ഓപ്ഷനാണ്, നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ടൂൾ ഇപ്പോൾ നമുക്ക് കിട്ടണം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാനും കഴിയും. ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ താങ്ക്സ് ഫോർ ഷെയറിങ് യുവർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാ ടൂളിലും നമുക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിയും. അപ്പോൾ പണ്ടത്തെ പോലെ ക്രൈറ്റീരിയ ഇപ്പോൾ അവിടെ കാണുന്നില്ല. നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇൻട്രസ്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴാണോ നമുക്ക് ഈ ഒരു ടൂള് അവൈലബിൾ ആകുന്നത് അപ്പോൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒരുപാട് പേർക്ക് ഓൾറെഡി ഫേസ്ബുക്ക് കൊടുത്തിട്ടുണ്ട്, കൂടുതൽ പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നിങ്ങളൊക്കെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ ക്രൈറ്റീരിയ എത്രയാണ് എന്നൊന്നും പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ എപ്പോഴാണോ നമുക്ക് അവൈലബിൾ ആകുന്നത് ആ സമയത്ത് അത് എനേബിൾ ആയി കിട്ടും. അതിന് മുന്നേ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ
ഫേസ്ബുക്ക് മോണിറ്റൈസേഷനിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ആ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് തരിക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.